നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ചാനൽ ട്രാവലും കൂടെ ചെയ്യാൻ തുടങ്ങിയാണ്. കാരണം യാത്രകൾ ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. നല്ല നല്ല യാത്രകളിലൂടെ പല സ്ഥലങ്ങളും അവിടുത്തെ ജീവിത രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലേ. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് നല്ല എനർജിയിൽ ജീവിക്കാനും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കും അത്രേ. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടും കൂടെ നമ്മുടെ ഈ വീഡിയോസിൽ ഇടയ്ക്ക് തുടങ്ങിയാണ് കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മളുമായിട്ട് ഈ സഹകരിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കും ഈ ഏജൻസികൾ ത്രൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ടൂറുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതും കൂടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ മാസം അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് യാത്ര നടത്തി, അതും ഇന്റർനാഷണൽ ഫ്ലൈറ്റ് യാത്ര ടു ദുബായിലേക്ക്. ദുബായ് പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, എത്ര സുന്ദരമായിട്ടാണ് ആ ഒരു സിറ്റിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതായത് ഒന്നുമില്ലായ്മ, അതായത് വെറും മണൽ മാത്രമേ ഉള്ളതും ഇത്രയും അമ്പരച്ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും ഇത്രയും നീറ്റായിട്ടുള്ളൊരു സ്ഥലം അത്രയും സൂപ്പറായിട്ട് തന്നെ എനിക്ക് തോന്നി. അതിൻ്റെ പാർട്ടായിട്ടൊന്ന് പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്രയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എക്സ്പീരിയൻസും കൂടെ ചേർത്തിട്ട് ഫസ്റ്റ് ഡേ ദുബായിൽ സ്റ്റേ ചെയ്ത മുതൽ നമ്മൾ കുറച്ച് ദൂരം നമ്മുടെ സുഹൃത്തുക്കളുടെ വണ്ടിയിൽ ഓടിച്ച് കുറേ കാര്യങ്ങൾ കണ്ടു. അതോടൊപ്പം തന്നെ ബുർജ് ഖലീഫയിലാണ് അന്ന് രാത്രി അവസാനിച്ചത്. ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് 4 സീരീസിലാട്ടോ ചെയ്യുന്നത്. അതായത് സെക്കൻഡ് ഡേ പോയത് മിറാക്കിൾ ഗാർഡൻ കാണാനാണ്, 3ാമത്തെ ഡേ പോയത് ഡെസർട്ട് സഫാരിയാണ്, 4ാമത്തെ ഡേ ഡ്രാഗൺ മാളും ഗ്ലോബൽ വില്ലേജും. പിന്നെ കുറേ സ്ഥലങ്ങൾ നമ്മൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് 4 സീരീസാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിലും ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ വീഡിയോന്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദുബായ് കണ്ടിട്ടുള്ളവരെയും ദുബായ് കാണാത്തവരെയും നിങ്ങൾ എല്ലാവരെയും ദുബായ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. വരൂ ദുബായ് ഡേയ്സ് ഫസ്റ്റ് ഡേയിലേക്ക്. അതെ, ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പാലക്കാടുള്ള വേൾഡ് വോയേജ് ടൂർസ് ആണ്. ഏറ്റവും കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക്കോ ഇന്റർനാഷണൽ ടൂർ പ്ലാൻസ് ഇവർ ചെയ്തു തരും. ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടുള്ള പാക്കേജുകളുണ്ട്. നമുക്ക് EMI ആയിട്ടും ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വേൾഡ് വോയേജ് ടൂർസിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും. അപ്പോൾ എവിടേക്കാണെങ്കിലും ടൂറിന് പോകാൻ പ്ലാനുള്ളവർ ഇവരുടെ ഈ നമ്പർ ഒന്ന് എഴുതി വെക്കണേ. മാത്രമല്ല, വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള മറ്റ് സർവീസുകൾ ഇവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, ടൂർ EMI ആയിട്ട് പോകാൻ പറ്റും. 12 മാസം 24 മാസത്തെ അടവിന് കിട്ടും. അതുകൊണ്ട് തന്നെ ലോകം കാണാനുള്ള ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ മുന്നിലാണ്. ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള സുനിതയും കൂടിയിട്ട് അതിരാവിലെയാണ് എറണാകുളം എയർപോർട്ടിലെത്തിയത്. 9:30ക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങളൊരു 7-7:30 ആകുമ്പോഴേക്കും തന്നെ ഉള്ളിലേക്ക് കയറി. നമ്മൾ ആദ്യം ബാഗെല്ലാം കൊടുക്കണം കേട്ടോ. അതിനുശേഷം എമിഗ്രേഷൻ ചെക്കപ്പ് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ വന്നിരിക്കുന്നത്. വേറെ ലെവൽ സ്ഥലമാണെന്ന് പറയാം. കൊച്ചിൻ ഡ്യൂട്ടി പെയ്ഡ് ഫ്രീ ഷോപ്പ്, ഇതൊക്കെ മുന്നേ ഫോട്ടോസിൽ കണ്ടിട്ടൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ എമിഗ്രേഷൻ ചെക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളിൽ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. സുനിതയ്ക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലോഞ്ച് അവർ ഉപയോഗിച്ചു. ഞാൻ 3 പൂരി 450 രൂപ കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറുക കേട്ടോ. ഇത് കണ്ടോ, ഈ 1 ഗേറ്റ്. ഈ ഗേറ്റിലൂടെയാണ് ദുബായിലേക്ക് പോകുന്നവർ പോകേണ്ടതെന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറുമ്പോൾ അതാ നിൽക്കുന്നത് കണ്ടോ ട്രെയിൻ. ഇവിടെ വെച്ചിട്ട് മിമിക്രി കലാകാരനായിട്ടുള്ള മഹേഷ് കുഞ്ഞുമോനെ കണ്ടു കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരു സെൽഫിയൊക്കെ എടുത്തു. ആ കിടക്കുന്നതാണ് ഞങ്ങൾ പോകുന്ന ഫ്ലൈറ്റ്. ആദ്യമായിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുകയാണേ. വലതുകാല് വെച്ച് കയറുന്നു. ഈശ്വരാ, മിന്നിച്ചേക്കണേ. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെത്തി. സുനിതയ്ക്ക് വിൻഡോ സീറ്റായിരുന്നു, അവളത് എനിക്ക് തന്നു. സത്യം പറഞ്ഞാൽ നല്ല പേടിയോടെ ഇരിക്കണത്. ഈ ഫ്ലൈറ്റ് പോണ സമയത്ത് വയറ് കൊളുത്തിപ്പിടിക്കുന്നോ ചെവി വേദനിക്കുന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അയ്യോ, ഫ്ലൈറ്റ് എടുത്തു. റൺവേയിലൂടെ കുറേ ദൂരം ഓടിയ ശേഷം കേട്ടോ മൂപ്പര് പൊങ്ങാനുള്ള ശ്രമം നടത്തുന്നത്. ഇപ്പോൾ മെല്ലെ സ്പീഡ് കൂടി പൊങ്ങി. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ. വളരെ സൂപ്പറായിരുന്നു. ഈവൻ ബസ്സിലിരിക്കുന്നതിനേക്കാളിലും സേഫ്റ്റിയിലായിരുന്നത്. പൊങ്ങുമ്പോൾ കണ്ടോ, ഇവിടെ ചിറക് അതിൻ്റെ സൈഡിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റാ പൊങ്ങുന്നത് അറിയാൻ പറ്റുമായിരുന്നു. അങ്ങനെ കേരളത്തിനോട്, ഇന്ത്യയോട് താൽക്കാലികമെങ്കിലും വിട പറഞ്ഞ് ആകാശത്തേക്ക് പൊങ്ങി അങ്ങനെ പോവുകയാണേ. ആകാശ കാഴ്ച അത് മനോഹരം കേട്ടോ. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു മോളിച്ച അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. കുറച്ചു ദൂരം പൊങ്ങി, പിന്നെ സ്റ്റഡിയായി, പിന്നെയും പൊങ്ങി, പിന്നെയും സ്റ്റഡിയായി. അങ്ങനെയൊക്കെയാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. എയർ ഇന്ത്യ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. നോൺ വെജാണ് വാങ്ങിയത്. ഇത്ര ഐറ്റംസ്:
റൈസ്, ചിക്കൻ കറി, പിന്നെ ഒരു വെജിറ്റബിൾ കറി, പിന്നെ ഒരു സ്വീറ്റ്, തൈര്, വെള്ളം, പിന്നെ ഇതാ ഒരു ചെറുതായിട്ട് കഴിക്കാവുന്ന സ്നാക്സും. നോക്കിയേ, മഞ്ഞിക്കെട്ട് പോലെ മേഘങ്ങൾ. മേഘങ്ങളുടെ മുകളിലൂടെയാണ് നമ്മൾ പറക്കുന്നത്. താഴെയായിട്ട് ഭൂമി കാണാം. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു 3-3.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ താഴെ ദുബായ് സിറ്റി. അങ്ങനെ ഇതാ ദുബായ് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. ദുബായിൻ്റെ ഒരു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടോ. അങ്ങനെ ഞാൻ ഇന്ത്യ വിട്ട് വേറൊരു വിദേശ രാജ്യത്ത് കാലുകുത്തി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ അവിടെ ദങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ നിന്ന് കൊടുത്താൽ മതി. അവിടുന്ന് അതിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു മെട്രോ വഴിയാണ് പുറത്തേക്ക് ചെല്ലേണ്ടത്. ഇതാണ്ടോ മെട്രോ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള മെട്രോ ഉണ്ടോ. ഞങ്ങളുടെ കൂടെ വേറെയും കുറച്ച് മലയാളി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും സുനിതയും കൂടി ആ മെട്രോയിലൂടെ അവിടുത്തെ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ അവിടെ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വിസിറ്റിംഗ് വിസ ആയതുകൊണ്ട് തന്നെ അവിടുന്ന് എമിഗ്രേഷൻ ക്ലിയറൻസിന് ശേഷം ഒരു സിമ്മും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ ലോക്കൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇനി ബാഗേജ് എടുക്കാൻ പോവാം. അതിനുശേഷം നമ്മൾ പെട്ടി വരുന്ന അവിടേക്ക് എത്തുകയാണ്. ഓരോത്തിനും ഓരോ സെക്ഷൻ ഉണ്ട്. എയർ ഇന്ത്യയുടെ വരുന്നത് 6 എന്നുള്ള കൗണ്ടറിലായിരുന്നു. അങ്ങനെ പെട്ടി വന്നു. ഇവിടെ വെച്ചിട്ട് നടൻ വിനയ് ഫോർട്ടിനെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാനും പറ്റിയിട്ടോ. സെൽഫി എടുത്ത ശേഷം പെട്ടിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് കിടന്നു. അവിടെ ഫ്രണ്ട് സജ്ജേട്ടൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഞങ്ങളൊരു ഗ്ലോബൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. അവിടേക്കുള്ള ഹോട്ടലിലേക്ക് വെച്ച് പിടിച്ചു. അവിടുത്തെ ടാക്സിയാണ് എടുത്തത്. ദുബായ് നഗരത്തിൻ്റെ സൗന്ദര്യം ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാട്ടോ. ദേറ എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, ഇതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഇതാണ്ടോ എമിറേറ്റ്സ് ഏവിയേഷൻ കോളേജ്. അങ്ങനെ ഞങ്ങൾ അന്നേ ദിവസം ദേറയിലാണ് സ്റ്റേ ചെയ്തത്. എല്ലാം കഴിഞ്ഞ് സെറ്റിലാകുമ്പോഴേക്കും വൈകുന്നേരമായി. അതുകൊണ്ട് അന്ന് എവിടേക്കും ഇറങ്ങിയില്ല. ലോക്കലി വൈകുന്നേരത്ത് ഫുഡൊക്കെ കിട്ടുന്നവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ശേഷം പിറ്റേ ദിവസം രാവിലെ ഒരു മോർണിംഗ് വാക്കിന് നടന്നു. ദേറയിൽ ഇതാ ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ. ദുബായ് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും എത്ര നീറ്റായിട്ടുള്ള സിറ്റി എന്നറിയോ. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് 17 ഡിഗ്രിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥ, സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു. ഇത് അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ്, AC ബസ് സ്റ്റോപ്പ്. നമ്മളുടെ ഇവിടെ 35-40 ലക്ഷം വെച്ച് ചെയ്യുന്ന ബസ് സ്റ്റോപ്പുകൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. ശേഷം രാവിലെ സജ്ജേട്ടൻ വന്നിരുന്നു. സജ്ജേട്ടൻ്റെ കൂടെ ദേപുട്ട്, ദിലീപിൻ്റെ ദേപുട്ടിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ സജ്ജേട്ടൻ്റെ കൂടെ ബർദുബായിലേക്ക് പോവുകയാണ്. ബർദുബായിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ ചെറുതായിട്ട് ബോട്ടിംഗ് ചെയ്യാൻ പറ്റും. കാശ്മീരി സ്ട്രീറ്റ് അങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു. ഇതാ കാശ്മീർ സ്ട്രീറ്റിലൂടെ എങ്ങനെ നടന്നു. എല്ലാവരും ഹിന്ദിയാണ് കേട്ടോ കൂടുതൽ സംസാരിക്കുന്നത്. മലയാളീസ് നിറയുണ്ട്, പിന്നെ പറയണ്ടല്ലോ. ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ കുറച്ച് അറിയുന്നുണ്ടെങ്കിൽ അവിടെ ജീവിച്ചു പോകാം. മലയാളം അറിഞ്ഞാലും മതി. ബർദുബായുള്ള ഈ സ്ട്രീറ്റിൽ ഒരുപാട് സംഭവങ്ങൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് പിറ്റേ ദിവസം ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പർച്ചേസ് ചെയ്യാനൊന്നും നിന്നില്ല. ജസ്റ്റ് കാണാം, പർച്ചേസ് ചെയ്യാൻ പിന്നെയും പോവാമല്ലോ. ഇതാണ് കേട്ടോ സജ്ജേട്ടനും ഞാനും. സുനിതയാണ് വീഡിയോ എടുക്കുന്നത്.
അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ക്ഷേത്രവും കണ്ടു കഴിഞ്ഞു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഈ വന്നിട്ടല്ലേ ഉള്ളൂ, പിന്നീട് പർച്ചേസ് ചെയ്താന്ന് കരുതി വീഡിയോസ് മാത്രം എടുത്തു. ബർദുബായിൽ കണ്ടോ ദാ ഇങ്ങനെ. ഇവിടെ നമുക്ക് ബോട്ട് ചെയ്യാം. ഇവിടുന്ന് ബോട്ട് എടുത്തിട്ട് ഇതോ ആ സിറ്റി ഉണ്ടല്ലോ അതുവരെ പോയിട്ട് വരാം. അങ്ങോട്ടൊരു ദിറം, ഇങ്ങോട്ടൊരു ദിറം. ബോട്ട് നല്ല ഹാബ്രാന്നോ അങ്ങനെ എന്തോ ഇതിനെ പറയും. നമ്മളിവിടെ കേരളത്തിൽ കാണുന്ന തരത്തിലുള്ളതൊന്നും അല്ല കേട്ടോ. ഇതെങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കാവുന്ന വിധത്തിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഏകദേശം 2-3 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇങ്ങനെ പോകും. അവിടുന്ന് തിരിച്ചു വരികയും ചെയ്യും. അങ്ങോട്ടൊരു ദിറം, ഇങ്ങോട്ടൊരു ദിറം. ഇതാണ് ബർദുബായ്. ഏകദേശം പകൽ 11 മണിയൊക്കെയാണ് സമയം. പക്ഷേ വെയിലുണ്ടായിരുന്നെങ്കിലും ചൂട് ഫീൽ ചെയ്തില്ല. 17-18 ഡിഗ്രി ആയിരുന്നു അപ്പോഴത്തെ കാലാവസ്ഥ. അതിനുശേഷം ഞങ്ങൾ ഡ്രൈവ് തുടർന്നു. ഇത് കണ്ടോ, ഫ്രെയിം എന്ന് പറയും. വീണ്ടും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. ശോഭ ഡെവലപ്പേഴ്സിന്റെ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ പോകുന്നത് പാം ജുമേറയിലേക്കാണെന്നാണ് സജ്ജേട്ടൻ പറഞ്ഞത്. കുറേ ദൂരം ഡ്രൈവ് ചെയ്തു കേട്ടോ. അതാ കണ്ടോ ബുർജ് ഖലീഫ, ഒരു ചെറിയ രൂപത്തിൽ. ദുബായിൻ്റെ ഒട്ടുമിക്ക ഭാഗത്ത് നോക്കിയാലും ഈ ബുർജ് ഖലീഫ കാണാത്രേ. അത്രയും ഹൈറ്റ് ഉണ്ടല്ലോ. ഞങ്ങൾ പോണത് പാം ജുമേറയിലേക്കാണ്. നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ബോർഡറിലുള്ള കുതിരാൻ തുരങ്കം പോലൊരു തുരങ്കം. അതിലൂടെ പാസ് ചെയ്ത് അങ്ങനെ പോകുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് പാം ജുമൈറ. ആകാശ ദൃശ്യമാണത്. അത് കാണുമ്പോഴാണ് വ്യക്തമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ. കടൽ നികത്തിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ദാ ആ കാണുന്നതാണ് ഹോട്ടൽ അറ്റ്ലാന്റിക്സ്. ഏറ്റവും വലിയ അട്രാക്ഷനിലെ ഒന്നും ഇത് തന്നെയാണ്. എത്ര നന്നായിട്ടുണ്ട് നോക്കിയേ. ദാ ബലൂണിൽ സവാരി ചെയ്യുന്നത് കണ്ടോ. ഇതിലൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ചെയ്തില്ല. പിന്നെ ദാ ഒരു ബിൽഡിംഗ് കണ്ടോ, ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ. ഇങ്ങനെ കല്ലുകൾ പല വിധത്തിൽ അടുക്കി വെച്ചതുപോലെ. പിന്നെ അവിടുന്ന് പുറത്ത് കടന്നു. ഞങ്ങൾ ഗ്ലോബൽ മീറ്റിംഗ് നടക്കുന്ന ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടൽ ക്രൗൺ പ്ലാസ ദേരയിൽ. ഇവിടെ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മീറ്റിംഗ് കാണിക്കുന്നില്ല. ഹോട്ടലിൻ്റെ ഇൻറ്റീരിയറൊക്കെ നോക്കിയേ, ഇത് രസമെന്നേ. ഫുഡ് അടിക്കാനുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗ്ലോബൽ മീറ്റിന് ശേഷം മെട്രോ വഴി ദുബായ് മാളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്കൊരു മെട്രോ കാർഡ് എടുക്കണം. അതെടുത്ത ശേഷമാണ് മെട്രോയിലേക്ക് കയറാൻ പറ്റുക. ആ കാർഡ് വെച്ചിട്ട് അവിടെ മെട്രോ മാത്രമല്ല കേട്ടോ, ബസ്സിലും കയറാൻ പറ്റുന്നതാണ് അറിയാൻ കഴിഞ്ഞത്.
മെട്രോ വന്നു. ഇവിടെ മെട്രോ ഗ്രീൻ ലൈന്, റെഡ് ലൈന് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇതിൽ ഗ്രീൻ ലൈനിലേക്കാണ് നമുക്ക് കയറേണ്ടിയിരുന്നത്, റെഡ് ലൈന് വേറെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ തിരിച്ചറിയുന്നത് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാർക്ക് അതറിയുന്നുണ്ടാകും. അങ്ങനെ ഞങ്ങൾ ബുർജ് ഖലീഫ ദുബായ് മാൾ എന്നുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ നടന്നിട്ടാണ് നമ്മൾ ദുബായ് മാളിലേക്ക് എത്തിച്ചേരുന്നത്. ഇതാണ് ദുബായ് മാൾ. ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റോളം നടന്നിട്ടുണ്ടാവും. ഈ ദുബായ് മാളും ഇതിനടുത്ത് തന്നെയാണ് ബുർജ് ഖലീഫയും. ദുബായ് മാൾ സെറ്റപ്പാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അത്രയും സൂപ്പറാണ്. നമ്മുടെ ലക്ഷ്യം ബുർജ് ഖലീഫ എത്തുകയായിരുന്നു, അതുകൊണ്ട് വേഗം നടന്നു. കണ്ടോ ദുബായ് മാളിലുള്ള ഒരു അക്വേറിയം, വലിയൊരു അക്വേറിയം. കുറേ പേര് അതിന് ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്, ഒരു രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ബുർജ് ഖലീഫ എത്തുന്നു. അതിൻ്റെ മുന്നിൽ ലേസർ ഷോ നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഫൗണ്ടനും ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ചുറ്റുപാടും വലിയ വലിയ കെട്ടിടങ്ങൾ, വേറൊരു ലോകത്തെത്തിയ പ്രതീതി. ബുർജ് ഖലീഫയിൽ ലേസർ ഷോ നടക്കുന്നു. ഒരുപാട് പേര് അത് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. സൂപ്പറായിരുന്നു കേട്ടോ, വേറെ ഒരു ലെവൽ. വളരെ അടുത്തുനിന്ന് ബുർജ് ഖലീഫ കാണാൻ പറ്റുക, അതൊന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നല്ല സോങ്, ഇങ്ങനെ കുറേ പരസ്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ടായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇവിടെ ചിലവഴിച്ചു. കാരണം ഇതൊരു വേറൊരു വേൾഡിൽ എത്തിപ്പെട്ട പോലെയാണ്. നോക്കൂ, ചുറ്റുപാടും നല്ല ഹൈറ്റ്സിൽ ഓരോരോ ബിൽഡിങ്സ്, അപ്പാർട്ട്മെൻറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇവിടുത്തെ ലേസർ ഷോ അതിഗംഭീരമാകാൻ തുടങ്ങി. ഇവിടെ പ്ലേ ചെയ്തിരുന്ന സോങ് ഇടുന്നില്ല, കാരണം കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ MR എന്ന് കാണുന്നില്ലേ, അവരിവിടുത്തെ വലിയ ബിൽഡേഴ്സാണ്. അവരുടെയാണ് ഒട്ടുമിക്ക ബിൽഡേഴ്സും ചുറ്റുവട്ടത്ത് കാണുന്നതെല്ലാം. ഫൗണ്ടനും ബുർജ് ഖലീഫയും അവിടുത്തെ ജനങ്ങളും, ഓ വേറെ ലെവലായിരുന്നു. അന്നത്തെ രാത്രി സൂപ്പറായിരുന്നു. കുറേ നേരം ഞങ്ങളിവിടെ ചിലവഴിച്ചു കേട്ടോ. അതിനുശേഷം അവിടുന്ന് തന്നെ ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു. പിറ്റേ ദിവസം സുനിതയുടെ ഫ്രണ്ട് രേഖയും ജോയിൻ ചെയ്യും. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് മിറാക്കിൾ ഗാർഡൻ പോകാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ വരുന്നുണ്ടേ. നിങ്ങൾക്കും ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ടൂറുകൾക്കായിട്ട് പാലക്കാടുള്ള വേൾഡ് വോയേജ് ടൂർസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ നല്ല സർവീസാണ് അവരുടെ, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടൂർ വേണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇവർ പ്ലാൻ ചെയ്ത് തരും. നല്ല പാക്കേജുകൾ ഇവരുടെ അടുത്തുണ്ട്, ഗ്രൂപ്പ് പാക്കേജും ഇൻഡിവിജ്വലും ഒക്കെ ഉണ്ട്. മാത്രമല്ല വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെയുള്ള മറ്റ് സർവീസുകൾ ഇവർ ചെയ്യുന്നുണ്ട്. പ്രത്യേകം ഓർക്കുക, ടൂർ EMI ആയിട്ട് പോകാൻ പറ്റും. 12 മാസം 24 മാസത്തെ അടവിന് കിട്ടും. അതുകൊണ്ട് തന്നെ ലോകം കാണാനുള്ള ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, നമ്മുടെ ചാനൽ സുരേഷൻ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ടാകും. വേൾഡ് വോയേജ് ടൂർസിൻ്റെ നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട്. നല്ല ടൂർ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ ചാനൽ കണ്ടിട്ടാണെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും.